ഹൊയ് 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 ഹോ തന്താ തന്താരേ തന്താ തന്താരേ ഹൊയ് 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 ഹോ ഹൊയ്. ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. AK ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. വല്യമ്മാവനേക്കാൾ മൂത്ത ആളായതുകൊണ്ടാണ് പള്ളിപ്പുറത്തെ അമ്മാവനെ പൊന്നമ്മാവൻ എന്ന് സതീശൻ ചേട്ടൻ വിളി തുടങ്ങിയത്. അത് പിന്നെ മറ്റുള്ളവരും ഏറ്റുപിടിച്ചതാണ്. പൊന്നമ്മാവൻ, വല്യമ്മാവൻ, അച്ഛൻ എന്നീ 3 ആജാനബാഹുലേയന്മാർ ചേർന്ന്, അത് കുട്ടിമാമൻ്റെ ഭാഷയാണ് കേട്ടോ, ഒരു യുദ്ധത്തിലെന്ന പോലെ കോഴി ഇറച്ചി നുറുക്കിക്കൊണ്ടിരുന്നു. ഒരു ചെറിയ പട ജയിക്കാൻ ഈ 3 മതിയെന്നാണ് കുട്ടിമാമൻ്റെ അഭിപ്രായം. നിവേദ്യം സമർപ്പിക്കാനുള്ള ഭംഗിയുള്ള 3 പീഠങ്ങൾ കഴുകി വൃത്തിയാക്കാൻ അമ്മാമ്മ പറഞ്ഞതിന് പ്രകാരം സതീശൻ ചേട്ടനോടൊപ്പം കുളക്കരയിലേക്ക് നടക്കുമ്പോൾ കുട്ടിമാമൻ്റെ അന്വേഷണം: സഖാവിനും കലശത്തിൽ വിശ്വാസമുണ്ടോ? കോഴിയിറച്ചിയിലും കലശപ്പൊടിയിലും നല്ല വിശ്വാസമാണ് സതീശൻ ചേട്ടൻ്റെ ചിരി. കുട്ടിമാമൻ്റെ ചായ്പിൽ കയറിപ്പറ്റിയ വിരുന്നുകാരായ കുട്ടികൾ വാശി പിടിച്ചപ്പോൾ കുട്ടിമാമൻ ഷാഹ്ബാജയിൽ കായാമ്പൂ കണ്ണിൽ വിടരും എന്ന പാട്ട് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആജാനുബാഹുലേയന്മാരുടെ സ്ഥിരം തമാശ: ശങ്കപ്പൻ ചെരവയെടുത്ത് ചെരവാൻ തുടങ്ങി. വല്യമ്മാവൻ്റെ ആശ്വാസം: ഭാഗ്യത്തിന് അവൻ്റെ സരിഗമ കൂട്ടുകാർ എത്തിയിട്ടില്ല. കുട്ടിമാമൻ്റെ ചങ്ങാതിക്കൂട്ടത്തെപ്പറ്റിയാണ്. കാപ്പിരി അച്ഛനുള്ള ഒരു കണ പുട്ട് ഉപ്പ് ചേർക്കാതെ ഉണ്ടാക്കണം കേട്ടോ. അടുക്കളയിൽ കണകണയായി പുട്ടുണ്ടാക്കി ഉരുളിയിൽ ചായച്ച് വയ്ക്കുന്നവർക്ക് അമ്മാമ്മയുടെ നിർദ്ദേശം. നമ്പൂരിത്തമ്പുരാനും കുറുമ്പമുത്തിയും കൂടാതെ പ്രതിഷ്ഠയില്ലാത്ത കാപ്പിരി എന്ന ഒരു മൂർത്തി കൂടിയുണ്ട്. നാവു ചൊറിഞ്ഞ കുട്ടിമാമൻ ചിറ്റയോട് വിളിച്ച് ചോദിച്ചു: ഒപ്പേ, എന്താ കാപ്പിരിക്ക് പ്രഷറിൻ്റെ അസുഖമുണ്ടോ ഉപ്പ് കൂട്ടാതിരിക്കാൻ? അമ്മേ, അവൻ്റെ തലക്കിട്ട് ഞാൻ മേടുമെന്ന് പറഞ്ഞേക്ക്. അമ്മാമ്മയോട് ചൊടിച്ചുകൊണ്ട് വല്യമ്മാവൻ. ഇവിടെ ഇതുപോലുള്ള മുഴുപ്പിരികളുള്ളപ്പോൾ എന്തിനാണ് വേറെ കാപ്പിരി? കുട്ടിമാമൻ്റെ പിറുപിറുക്കൽ. മുറ്റത്തെ അടുപ്പിൽ കോഴിയിറച്ചി പാചകം ആജാനുബാഹുലേയന്മാർ ഏറ്റെടുത്തു. കുട്ടിമാമൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കോഴിയിറച്ചിയുടെ മാദക സുഗന്ധം പ്രദേശമാകെ വ്യാപിച്ചു. 1 വർഷത്തിന് ശേഷം പനച്ചിമരച്ചോട്ടിലെയും മാവിൻചോട്ടിലെയും ഉരുളൻ കല്ലുകൾക്ക് മുന്നിൽ നിലവിളക്കുകളും മൺചെരാതുകളും കൺതുറന്നു. പീഠങ്ങളിൽ നിവേദ്യങ്ങൾ നിരന്നു. കുട്ടികളുമൊത്തുള്ള തിമിർപ്പ്, രസകരമായ ഭക്ഷണം, ഒട്ടേറെ ആളുകളുടെ രസകരമായ വർത്തമാനങ്ങൾ, രസമായൊരു രാത്രി അങ്ങനെ കടന്നുപോയി. സരിഗമക്കാർക്ക് കൊടുത്തേര് എന്ന് പറഞ്ഞു കുട്ടിമാമൻ്റെ ചങ്ങാതിമാർക്കായി വല്യമ്മാവൻ മാറ്റിവെച്ചിരുന്ന കോഴിയിറച്ചിയും പുട്ടും കലശപ്പൊടിയും ഒക്കെ പിറ്റേന്ന് കുട്ടിമാമൻ്റെ ചായ്പിലിരുന്ന് കൊച്ചിയോടെ തട്ടിവിട്ടുകൊണ്ട് ചങ്ങാതിമാർ വാഴ്ത്തി. എന്തൊരു രുചികരമായ പഴഞ്ചൻ ആചാരങ്ങൾ! ആളും ആരവവും ഒഴിഞ്ഞ, കുട്ടിമാമൻ പോലും ഇല്ലാത്ത, തുള്ളൊഴിഞ്ഞ കാവു പോലുള്ള തറവാട്ടിലെ അന്നത്തെ സന്ധ്യ ഫൽഗുവിൻ്റെ മനസ്സിൽ വല്ലാതെ മൂകവിഷാദം നിറച്ചു. ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. AK ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. വായിച്ചത് പ്രീതി ജോസഫ്. ഹൊയ് ഹൊയ്